ഇഞ്ചോടിഞ്ചിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ എന്നും ഞാൻ വെളിയിലാണ് നിൽക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ടാഗോർ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ മത്സരിക്കുന്നത് ഇവിടുത്തെ കുറച്ച് കുട്ടികളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ വിശേഷങ്ങളും ചോദ്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം വളരെ വെറൈറ്റിയാണ്. ഒരുപാട് സുന്ദരിമാരിങ്ങനെ ഒരുങ്ങി ട്രോഫിയൊക്കെ വാങ്ങി ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അവരെ നമുക്ക് ആൻസർ പറയുന്നതനുസരിച്ച് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. കുസൃതി ചോദ്യങ്ങളൊക്കെ അറിയോ? കേട്ടിട്ടുണ്ടോ? ഓക്കെ, കേട്ടിട്ടുണ്ട്. അപ്പോൾ 10 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനറിയാവുന്ന ആൻസർ പറയുക. 20 സെക്കൻഡിൽ പറയുക. കൂടുതൽ ആരാണോ പറയുന്നത് അവരാണ് വിജയി. ഇത്രയേ ഉള്ളൂ. കുസൃതി ചോദ്യങ്ങളൊക്കെ അറിയാമോ? സന്തോഷായോ? സന്തോഷായോ? നല്ലപോലെ കളിച്ചോ ഡാൻസ് ഒക്കെ? ആദ്യം കളിച്ചതല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പറ്റുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം പറഞ്ഞാൽ മതി. ക്ലൂസ് തരും. കാലകത്തിയാൽ തല പിളരും. എന്താണ്? നമ്മൾ തയ്യലിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. തയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന കാലകത്തിയാൽ തല പിളരും. ആ ഒരു സാധനത്തിന്റെ കാലിങ്ങനെ അകത്തിയാൽ തല ഇങ്ങനെ പിളർന്നു വരും. കത്രിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാല് പിടിച്ചാൽ രക്ഷിക്കുന്നവൻ ആരാണ്? ആ ഒരു സാധനത്തിന്റെ കാല് പിടിച്ചാൽ നമ്മളെ രക്ഷിക്കും മഴയത്തും വെയിലത്തും നിന്നൊക്കെ. ഓക്കെ, നല്ല ക്ലാപ്പ് കൊടുക്കൂ ടീച്ചർമാരൊക്കെ. കൈയടിച്ചോ? അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു സാധനം കിട്ടാൻ ഭയങ്കര വിഷമമാണ്, കളയാൻ ഭയങ്കര എളുപ്പമാണ്. എന്താണ്? ഈ ഒരു സാധനം കിട്ടാൻ ഭയങ്കര വിഷമമാണ്, പെട്ടെന്നൊന്നും കിട്ടത്തില്ല. നമുക്ക് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാർ കളഞ്ഞോളൂ. അങ്ങനെയാണ്. പൈസയല്ല, നാട്ടുകാർ കളയും. ഒരു പേരാണ്. എന്ത് പേര്? ഒരു പേരാ. നല്ല പേര്. സൽപ്പേര്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. സൽപ്പേര്. നല്ല പേര് നാട്ടുകാർ കളയത്തില്ല. നമുക്ക് എന്തെങ്കിലും നല്ല പേരുണ്ടെങ്കിൽ പെട്ടെന്ന് നാട്ടുകാർ കളയും അല്ലേ? എത്ര അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൂട്ടി തിന്നാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തെങ്കിലും ഐറ്റത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒറ്റയ്ക്ക് കഴിക്കില്ല. എന്താണ് ഈ സാധനം? നമ്മൾ എല്ലാ ഫുഡിനൊക്കെ ഇടുന്ന ഒരു സാധനമാണ്. മുളകല്ല, ഉപ്പ്. ഉപ്പ് നമ്മൾ വെറുതെ തിന്നാറില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടിക്ക് മാത്രമേ കഴിക്കാറുള്ളൂ. ഓക്കെ, ഉപ്പ് പറഞ്ഞു. ആൻസർ പറഞ്ഞു. ഇപ്പോഴാണ് കിട്ടിയത് കേട്ടോ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കെട്ടാത്ത പുര ഏത്? കെട്ടാത്ത പുര ഏത്? അല്ല, മുന്തിരിങ്ങല്ല. കെട്ടാത്ത പുര ഏത്? അറിയാൻ പറ്റും. ആകാശം കറക്റ്റ് ആൻസർ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാലില്ല, വയറുണ്ട്, പക്ഷേ കയ്യും ഇല്ല. ആറ്റിൽ ചാടിയാൽ 1000 പേരെ അകത്താക്കുകയും ചെയ്യും. എന്താണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇവിടെ 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങളെല്ലാവരും കേട്ട് കഴിവുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കൊക്കിരിക്കും കുളം വറ്റി വറ്റി. എന്താണ്? വിളക്ക് കറക്റ്റ് ആൻസറാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൊച്ചിയിൽ വിതച്ചു കൊല്ലത്ത് കൊയ്തു. എന്താണ്? കൊച്ചിയിൽ വിതച്ചു കൊല്ലത്ത് കൊയ്തു. ഒരു നടുന്ന ഒരു സാധനമാണ്. നമ്മൾ ഈ ഒരു സാധനം നടുമ്പോഴത്തേക്ക് ഇവിടെയാണ് നടുന്നതെങ്കിൽ അതിന്റെ വിളവ് മത്തങ്ങ കറക്റ്റ് ആൻസർ. മത്തങ്ങ പറഞ്ഞു. മത്തങ്ങ അല്ലെങ്കിൽ തണ്ണിമത്തനൊക്കെ ഉണ്ട് അങ്ങനെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചുണ്ടില്ലാതെ ചിരിക്കുന്നതാര്? ചുണ്ടില്ലാതെ ചിരിക്കുന്നതാരാണ്? മേളോട്ട് നോക്കിയാൽ കാണാം. ചന്ദ്രനല്ല. ചുണ്ടില്ലാതെ ചിരിക്കുന്നതല്ല. മേളിലോട്ട് നോക്കിയാൽ കാണാം. സൂര്യല്ല. മേളിൽ എന്തൊക്കെയുണ്ട്? മേളില് അമ്പിമാമല്ല, ചാറല്ല, സൂര്യല്ല, ലൈറ്റല്ല. എന്നാ ചോദ്യം? ചുണ്ടില്ലാതെ ചിരിക്കുന്നവനാര്?
ഭയങ്കര അട്ടഹസിച്ച് ചിരിക്കും. ഭയങ്കര സൗണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആള് മേഘമാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്തിനി ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ചോദിക്കാം. ചെടിമേൽ കായ, കായമേൽ ചെടി എന്താണ്? ഒരു ഫ്രൂട്ട്, ഒരു പഴവർഗ്ഗത്തിൽപ്പെട്ട ഒന്നാണ്. ചെടിമേൽ കായ, കായമേൽ ചെടി എന്താണ്? ചേന അല്ല, പഴവർഗ്ഗത്തിൽപ്പെട്ട ഒന്നാണ്. നമ്മൾ ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കും. വാഴ അല്ല, കൈതച്ചക്ക കറക്റ്റ് ആൻസറാണ്. അപ്പോൾ 3 ക്വസ്റ്റിൻ്റെ ആൻസർ അവിടെയും പറഞ്ഞു, ഇവിടെയും പറഞ്ഞു, അവിടെയും പറഞ്ഞിട്ടുണ്ട് 3 ക്വസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾ 3 പേരും കൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് വരും, ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ആരാണ് പറയുന്നത് നോക്കാം. നമ്മൾ സാധാരണ ഡോക്ടറെ അടുത്ത് പോയാലേ ഇഞ്ചക്ഷനൊക്കെ വെക്കാനായിട്ട് പൈസ വാങ്ങും. ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നമ്മളെ കുത്തിവെക്കുന്നത് ആരാണ്? ആദ്യം എവിടെ പറഞ്ഞേ? എന്താ പേര്? എൻ്റെ പേര് ഷീണ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എന്തായാലും വലിയ വെറൈറ്റി ആയിരുന്നു. 3 പേരിൽ നിന്ന് ഒരാളാണ് സെലക്ട് ചെയ്തത്, അത് ഷീന ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ VMTVയുടെയും ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി ഫ്ലവേഴ്സ് 1 കോടിയിലെ പങ്കെടുത്ത് വിജയിച്ച ജയന്തി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അനന്തപുരിയിൽ നിന്ന് ആർ ജയന്തി. ത്രിമാന ചലച്ചിത്രം എന്നറിയപ്പെടുന്നത് ഏതുതരം സിനിമകളെ കുറിച്ചാണ്? ഓപ്ഷൻ എ സിനിമാസ്കോപ്പ്, ഓപ്ഷൻ ബി 70mm, ഓപ്ഷൻ സി 35mm, ഓപ്ഷൻ ഡി 3D, ഓപ്ഷൻ ഡി 2D. 3D. ഉറപ്പാണോ? താങ്കൾ പറഞ്ഞ 20,000 രൂപയുടെ ഉത്തരം ശരിയാണ്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു 10 രസകരമായ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.